നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +1 സെക്കൻഡ് യൂണിറ്റ് ആയ വേർഡ്സ് ആൻഡ് ഡീഡ്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ സമയത്ത് ഗാന്ധിജി വളരെയധികം നിർണായകമായ കാര്യങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പണ്ഡിറ്റ് ജി നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വരിക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഈ ഒരു എക്സ്ട്രാക്ട് നമുക്ക് കാണാം. ഇത് നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ 40 ആണുള്ളത്. അപ്പൊ നമുക്ക് ബുക്ക് എടുക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. വേൾഡ് വാർ ഫസ്റ്റ് ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. A bitter sense of humiliation and a passionate anger filled our people. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സമാധാനം ലഭിച്ചിരുന്നില്ല. വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ് വീണ്ടും ലോക ജനത അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഹിസ്റ്ററി നമ്മളുടെ ചാപ്റ്റേഴ്സിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞത് കൊണ്ട് ലോകം സമാധാനത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അവിടെ ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും നിലനിന്നത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലേക്കും വീണ്ടും പോയത്. A bitter sense of humiliation and a passionate anger filled our people. എന്താണ് എല്ലാ ആൾക്കാർക്കും എന്താണ് ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ, അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ. മാത്രമല്ല എന്താണ് ആങ്കർ, ദേഷ്യം. സമൂഹം മുഴുവനും ദേഷ്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. We had become a derelict nation. Yet, what could we do? How to change this vicious process? നമുക്കറിയത്തില്ല എങ്ങനെയാണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ മാറ്റേണ്ടത്, ഈ ലോകത്തിനെ എങ്ങനെ നന്നാക്കി എടുക്കാമേ, എങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോക ജനത നന്നായിട്ട് പോകത്തുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. We seem to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. പ്രശ്നങ്ങളാണ്, ധാരാളം പ്രശ്നങ്ങളാണ്. എന്താണ് നമ്മളെ ഹെൽപ്ലെസ് ആണ്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറെ മാർഗമില്ല. എന്താണ് പ്രശ്നങ്ങൾ? നമ്മളുടെ മനസ്സുകൾ പോലും മരവിച്ചിരിക്കുകയാണ്. ഡെഡ് എൻഡ് സ്റ്റേജ് ആണ്, അതായത് മരിച്ച ഒരു അവസ്ഥയിലേക്കാണ്. നമ്മളുടെ കൈകാലുകളെല്ലാം തന്നെ പാരലൈസ്ഡ് ആണ്. നമ്മൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇത് സിംബോളിക്കായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഫിസിക്കലി അല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിന് പ്രോഗ്രസ് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed and helpless, hopeless, sank ever deeper into the morass. ഒത്തിരി അധികം ആൾക്കാർക്ക് എന്ത് പറ്റി? അവർക്ക് ജോലിയില്ല, അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള യാതൊരു തര ചുറ്റുപാടും ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി? ടെക്നിക്കൽ വർക്കേഴ്സ് ആകാം, മാനുവൽ വർക്കേഴ്സ് ആകാം, എല്ലാം തന്നെ ഒരു വലിയൊരു മാസായി മാറിയിരിക്കുകയാണ്. അവർക്ക് ജോലി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ തന്നെ ആണ്. They did not know where to look. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. For neither the old nor the new offered them any hope. അപ്പം കഴിഞ്ഞ കാലങ്ങളോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലമോ ഒന്നും തന്നെ അവർക്കൊരു നല്ല ജീവിതത്തെക്കുറിച്ചുള്ളൊരു പ്രത്യാശ പോലും അവർക്ക് നൽകുന്നില്ല. അടുത്ത പാരഗ്രാഫ് നോക്കാം. വാട്ട് കുഡ് വി ഡു? എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്രമർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം? എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാം? ഡിഫീറ്റിസം അല്ലെങ്കിൽ പോവർട്ടിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷിക്കാം? Not for a few years of excitement and agony and suspense, but for long generations our people had offered their blood and toil, tears and sweat. ഒന്നോ രണ്ടോ വർഷങ്ങൾക്കല്ല, വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുടെ ഇന്ത്യൻസ് വേർത്ത് കഷ്ടപ്പെട്ട അവരുടെ ചോര നീരാക്കിയ മണ്ണിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ അവർക്കൊരു പ്രോഗ്രസ് ഇല്ല. അവർക്കിപ്പം ജോലി പോലും ഇല്ല, അവർക്ക് നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ എല്ലാം തന്നെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ചിന്തകളാണ് ജവഹർലാൽ നെഹ്റു നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഗാന്ധി came. അങ്ങനെ ഒരു അവസരത്തിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസരത്തിലാണ് ഗാന്ധിജി നമ്മളുടെ ജനതയെ രക്ഷിക്കാനായിട്ട് ഗാന്ധിജി എന്ന മനുഷ്യൻ വന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരവസ്ഥ, ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വസിക്കാൻ പോലും അവസരമില്ലാത്തൊരു അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ ഫ്രഷ് എയർ കിട്ടിയ പോലാണ് ഗാന്ധിജിയുടെ വരവ് തന്നെ. പവർഫുൾ കറണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തിയുള്ള, വളരെ കഴിവുള്ള ഒരു വ്യക്തിത്വം. Like a beam of light that pierced the darkness and removed the scales from our eyes. ഒരു വളരെ ശക്തിയുള്ള ഒരു വെളിച്ചമാണ്, നമ്മളുടെ അന്ധതയെ എല്ലാം തന്നെ എടുത്തു മാറ്റാനായിട്ട് കഴിവുള്ള വളരെ ശക്തിയുള്ള ഒരു വെളിച്ചമായിട്ടാണ് ഗാന്ധിജിയുടെ ഉപമിച്ചിരിക്കുന്നത്. ലൈക്ക് എ whirlwind that upset many things. ഒരു ചുഴലിക്കാറ്റ് പോലെ ഇത്രയും നാളും ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെയും എടുത്തു മറിച്ച് അല്ലെങ്കിൽ അത് മാറ്റിമറിക്കാനായിട്ട് കഴിവുള്ള ഒരു ചുഴലിക്കാറ്റായിട്ടാണ് ഗാന്ധിജിയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബട്ട് most of all the working people's minds. പക്ഷേ ഇതെല്ലാം തന്നെ എന്താണ്? എല്ലാ ആൾക്കാരുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം സാക്ഷാത്കരിക്കാനാണ് ഗാന്ധിജി വന്നിരിക്കുന്നത്. He did not descend from the top. He seemed to emerge from the millions of India, speaking their language. ഗാന്ധിജി ഒരിക്കലും ഞാൻ വലിയവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ അവരെ അടിച്ചു ഭരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ, സാധാരണ ജനങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ ഭാഷ സംസാരിച്ച് അവരിൽ ഒരാളായി ജീവിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അടുത്ത പാരഗ്രാഫ്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. ഇതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്താണ്? ഈ സാധാരണ ജോലിക്കാരെ, സാധാരണ പെസൻസിനെ, ഫാമേഴ്സിനെ, അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കണം. Political freedom took a new shape then and acquired a new content. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത്? നമ്മൾക്ക് വെറും ഫ്രീഡം എന്ന് കാണിക്കാനല്ല, നമ്മളുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനാണ്. നമ്മളുടെ ലോക ജനതയെ അല്ലെങ്കിൽ നമ്മളുടെ വർക്കിംഗ് ക്ലാസ്സിനെ, അതായത് പെസൻസ് ആകാം, വർക്കേഴ്സ് ആകാം, ഏത് തരത്തിലുള്ള വർക്കേഴ്സ് ആകാം, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത്, അവർക്ക് സംരക്ഷണം കൊടുത്ത്, അവരെ കൂടുതൽ കഴിവുള്ളവരായിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ആവശ്യം. Much that he said we only partially accepted or sometimes did not accept at all. But all this was secondary. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് പോലും എന്താണ് സംഭവിച്ചത്? The essence of his teaching was fearlessness and truth. സത്യം, പേടിയില്ലായ്മ, ഇതൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ച നന്മകൾ.
and action lead to this, always keeping the welfare of the masses in view. സാധാരണ ജനങ്ങളുടെ ഉന്നതി അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് സത്യത്തെയും നന്മയെയും അല്ലെങ്കിൽ പേടിയില്ലായ്മയും ഫിയർലെസ്നെസ്സിനെയും എല്ലാം തന്നെ എങ്ങനെയാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, എങ്ങനെയാണ് അവർക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya. Abhaya എന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ്. നമ്മളുടെ ഏൻഷ്യൻ ബുക്സിലൊക്കെ തന്നെ, നമ്മളുടെ ഗ്രേറ്റ് ബുക്സിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫിയർലെസ്നെസ് ആണ്. പേടിയില്ലാതെ ജീവിക്കുക. പേടിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പേടിയില്ലെങ്കിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അതാണ് നമ്മളോട് ഗാന്ധിജി പറയുന്നത്. Not merely bodily courage, but the absence of fear from the mind. The bodily courage, ഞാൻ വലിയ ധൈര്യശാലിയാണ്, ഞാൻ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറയുന്നതല്ല. നമ്മളുടെ മനസ്സിന്റെ ശക്തിയാണ്, മനഃശക്തിയാണ് ഏറ്റവും വലുത്. The dominant impulse in India under British rule was that of fear. ബ്രിട്ടീഷ് റൂളേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് നമ്മളെ അടിച്ചമർത്താൻ ഏറ്റവും എളുപ്പമായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ പേടിയാണ്. നമ്മളുടെ പേടിയെയാണ് അവര് ചൂഷണം ചെയ്തത്. പെർവേസീവ്, ഓപ്രസിംഗ്, സ്ട്രാംഗ്ലിംഗ് ഫിയർ. Fear of the army, the police, the widespread secret service, fear of the official class, fear of laws meant to suppress and of prison, fear of the landlord's agent, fear of the moneylender, fear of unemployment and starvation, which were always on the threshold. നമ്മളെ പേടിപ്പിക്കാൻ, നമ്മളുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ പേടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അവരെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കയ്യിൽ വലിയ വലിയ ഭീരങ്കികളുണ്ട്, തോക്കുകളുണ്ട്. ആ തോക്ക് മുനകളിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളെ ഓരോ ഇന്ത്യക്കാരെയും അവർ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള പേടി, അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡ് ലോഡ്സ് അവര് നമ്മളെ അടിച്ചിറക്കുമോ, ഭൂമി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരാണെങ്കിൽ അവിടുന്ന് ആ സ്ഥലത്തു നിന്ന് അടിച്ചിറക്കുമോ എന്നൊക്കെയുള്ള പേടി നിമിത്തം എന്താണ്, ബ്രിട്ടീഷുകാർ വളരെ സന്തോഷത്തോടെ നമ്മളെ ഭരിക്കാനായിട്ട് തുടങ്ങി. ആ പേടി മാറിയാൽ മാത്രമേ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഏതൊരു എനിമിയെ നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഗാന്ധിജി പഠിപ്പിച്ചത്. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. ഈ ഒരു പേടിക്കെതിരെയാണ് അദ്ദേഹം വോയിസ് റേസ് ചെയ്തിരുന്നത്. Be not afraid. Was it so simple as all that? Not quite. Be not afraid എന്ന് പറയാൻ മനസ്സിന് ചങ്കൂറ്റമുള്ള, മനഃശക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല അവിടെ വേണ്ടത്, ശക്തിയാണ്, മനസ്സിന്റെ ശക്തിയാണ് നമ്മളെ കൊണ്ട് പേടിക്കരുത്, നീ മുന്നോട്ട് പോകൂ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. And yet fear builds its phantoms which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഈ പ്രതിസന്ധികളെ നേരിടാനായിട്ട് നമ്മൾക്ക് കഴിവുണ്ടോ? ആ കഴിവുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ പ്രതിസന്ധികളെ ഭയക്കുന്നുവെങ്കിൽ നമ്മൾ എന്നും പേടിച്ച് അരണ്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അപ്പോൾ പേടിയില്ലാതിരിക്കാനായിട്ട് നമ്മുടെ മനഃശക്തിയാണ് വളർത്തേണ്ടത്. അടുത്ത പാരഗ്രാഫ്. So, suddenly as it were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. അങ്ങനെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചു? സാധാരണ ജനങ്ങൾക്ക് പോലും അവരുടെ പേടി കുറേശ്ശെ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. മുഴുവനായിട്ട് മാറിയെന്നല്ല, കുറേശ്ശെ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. A fear is close companion to falsehood, so truth follows fearlessness. സത്യം എന്നും പേടിയില്ലാത്ത ആൾക്കാരുടെ കൂടിയായിരിക്കും ഉള്ളത്. കാരണം എന്താണ്, സത്യം ചെയ്യുന്ന ആൾക്കാർ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ കള്ളം ചെയ്യുന്ന ആൾക്കാരോ അവരെപ്പോഴും പേടിയുടെ പാതയിലായിരിക്കും നടക്കുന്നത്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless,
A sea change was visible as the need for falsehood and furtive behavior lessened. ഇന്ത്യൻ ജനത മുഴുവൻ തന്നെ മാറുകയായിരുന്നു. കാരണം അവര് മാറാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾക്ക് പേടി, അല്ലെങ്കിൽ നമ്മൾ ട്രൂത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് പേടിയുടെ ആവശ്യമില്ല എന്ന് തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഇത് ഒരു ദിവസത്തെ ചേഞ്ച് അല്ല, വളരെ ഗ്രാജുവലായിട്ട് സൈക്കിക് ചേഞ്ച് ആണ്. നമ്മളുടെ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിച്ച് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ശരി മാത്രമേ ചെയ്യുന്നുള്ളൂ, പിന്നെ ഞാൻ എന്തിനു നിന്നെ ഭയക്കുന്നു എന്നുള്ള തോന്നൽ ഗ്രാജുവലായിട്ട്, ഒരാൾക്ക് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല, നമ്മൾക്ക് സ്വന്തമായിട്ട് തോന്നണം. ആ തോന്നലാണ് ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of its complexes, exposed them to his view, and thus rid him of that burden. നമ്മളെല്ലാവരും, ഇന്ത്യൻ ജനത മുഴുവനും അല്ലെ ഒരു സൈക്കിക് പ്രോബ്ലത്തിലായിരുന്നു. നമ്മളെല്ലാം പേടിയുടെ സൈക്കിക് പ്രോബ്ലത്തിലായിരുന്നു. ഗാന്ധിജിയുടെ ടീച്ചിങ്സിൽ കൂടി നമ്മളെ ഒരു സൈക്കോ തെറാപ്പി ചെയ്ത പോലെ നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന ആ വിഷവിത്തായ പേടിയെ എടുത്ത് മാറ്റി നമ്മളുടെ സത്യം, നമ്മളുടെ അന്തസത്ത നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ സത്യത്തിൽ കൂടി മാത്രമേ ജയിക്കൂ എന്ന് മനസ്സിലായപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കൂടി അവരുടെ സത്യമായതുകൊണ്ട് അവരുടെ പേടി മാറി. അതാണ് ഗാന്ധിജിയുടെ ടീച്ചിങ്സിന്റെ ഫലം. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. നമ്മളുടെ ഉള്ളിലെ ആ സത്യം മനസ്സിലായപ്പോൾ എന്താണ്, നമ്മളുടെ സൈക്കോളജിക്കലി നമുക്കുണ്ടായിരുന്ന ബാരിയേഴ്സ് മാറിയപ്പോൾ എന്താണ്, നമ്മൾക്ക് മനസ്സിലായി നമ്മൾ എന്തൊരു മണ്ടന്മാരാണ്. ഈ അന്യദേശത്തു നിന്ന് വന്നിട്ട് നമ്മളുടെ രാജ്യത്ത് വന്ന് നമ്മളെ ഭരിച്ച് നമ്മളുടെ സ്വത്തുക്കളെല്ലാം തന്നെ അവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി, അവർ കട്ടെടുത്തോണ്ട് പോയിട്ട് നമ്മളെ അടിച്ചമർത്തുന്ന ഈ ഭരണാധികാരികൾക്കാണോ നമ്മൾ ഇത്ര നാൾ അടിമപ്പെട്ട് നിന്നിരുന്നത് എന്നുള്ള ഒരു വീണ്ടും വിചാരം ജനങ്ങൾക്ക് വന്നു തുടങ്ങി. മാത്രമല്ല, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള മറ്റുള്ള രാജ്യക്കാർക്ക് അല്ലെങ്കിൽ വിദേശികൾക്ക് നമ്മൾ ഒരിക്കലും വശംവദരാവില്ല എന്നൊരു തീരുമാനം കൂടി എടുക്കപ്പെട്ടു. We did not grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. നമ്മൾ എല്ലാ ആൾക്കാരും പൂർണ്ണമായിട്ടും ട്രൂത്തിലേക്ക് അല്ലെങ്കിൽ ഫിയർലെസ്നെസ്സിലേക്ക് വന്നില്ല എങ്കിൽ പോലും ഗാന്ധിജി എന്നൊരു മനുഷ്യൻ, ഗാന്ധിജി എന്നുള്ള വ്യക്തി നമ്മളിൽ എന്നും നിലനിൽക്കുന്നത് എന്താണ്? സത്യത്തിന്റെ പാതയിൽ, ഫിയർലെസ്നെസ്സിന്റെ പാതയിൽ എന്ന രീതിയിലാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. വാട്ട് ഈസ് ട്രൂത്ത്? അങ്ങനെയെങ്കിൽ സത്യം എന്താണ്? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. സത്യം എന്താണെന്ന് അറിയില്ല, പക്ഷെ നമ്മളെക്കാട്ടിലും അധികമായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ബിയോണ്ട് ആയിട്ടുള്ള എന്തോ ഒന്നാണ് സത്യം എന്ന് പറയുന്നത്. ഡിഫറെന്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെന്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും ട്രൂത്തിനെ കുറിച്ച്, സത്യത്തെ കുറിച്ച്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ സത്യങ്ങളുണ്ട്, അവരവരുടേതായ കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പം അവര് ജീവിച്ചു വന്ന രീതികളെ അനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരും സത്യത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തികൾക്കും സത്യം എന്ന് പറയുന്നത് പലതാണ്. So also Gandhi. But truth is, at last, for an individual, what he himself feels and knows to be truth. ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് ട്രൂത്ത് എന്ന് പറയുന്നത് അവൻ എന്താണ് വിശ്വസിക്കുന്നത്, അവൻ എന്താണ് മനസ്സിലാക്കുന്നത്, അതാണ് അവന്റെ സത്യം. According to this definition, I do not know of any person who holds to the truth as Gandhi does. That is a dangerous quality in a politician, for he speaks out his mind and even lets the public see its changing faces. അപ്പം നെഹ്റു പറയുന്നത്
ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ഗാന്ധിജിയെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്തെല്ലാമാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോകുന്നത് അതെല്ലാം തന്നെ അദ്ദേഹം മറ്റ് പൊതുജനങ്ങളുടെ മുന്നിൽ തന്നെ തുറന്നു കാണിക്കും, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് തന്നെ ഷെയർ ചെയ്യും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ എനിക്ക് ഗാന്ധിജിയെ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ട്രൂത്ത്ഫുൾ ആയിരുന്നു, അദ്ദേഹം ഫിയർലെസ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ പാത വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. അടുത്ത പാരഗ്രാഫ്. Gandhi influenced millions of people in India in varying degrees. Some changed the whole texture of their lives, others were only partly affected or the effect were off and yet not quite, for some part of it could only not be wholly shaken off. Gandhiji millions of ആൾക്കാരെ, ധാരാളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് പല രീതിയിലാകാം. കുറച്ച് ആൾക്കാരെ വളരെ അധികമായിട്ട്, മറ്റു ചില ആൾക്കാരെ കുറച്ച് രീതിയിലായിട്ട്. പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസസ് ഉണ്ട്. Different people reacted differently and each will give his own answer to this question. His call of action was twofold. അദ്ദേഹത്തിന്റെ പ്രവൃത്തി രീതികൾ രണ്ട് രീതിയിലാണ്. There was of course the action involved in challenging and resisting foreign rule. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യുകയും ചലഞ്ച് ചെയ്യും. എന്തിനെയാണ്? ഫോറിൻ റൂളിനെ റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, ചലഞ്ച് ചെയ്യുക. നിങ്ങൾ ആരാണ് ഞങ്ങളെ വന്ന് ഭരിക്കാൻ എന്ന് ചോദിക്കാനുള്ള കഴിവ്. There was also the action which led us to fight against our own social evils. മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ തന്നെ ഉള്ള ഒത്തിരി അധികം സോഷ്യൽ ഈവിൾസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ്. ഈ രണ്ട് രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. Apart from the fundamental objective of the Congress, the freedom of India. കോൺഗ്രസിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം ആണ്. And the method of peaceful action, the principal plans of the Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. ആ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറേ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, അൺടച്ചബിലിറ്റി, പിന്നെന്താണ് ഡിപ്രസ്ഡ് ക്ലാസ്സസ്, താഴ്ന്ന ജാതിക്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുക. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, പിന്നെ മൈനോറിറ്റി പ്രോബ്ലംസ്. കുറേ ആൾക്കാർക്കൊന്നും തന്നെ ക്ഷേത്ര പ്രവേശനമില്ലായിരുന്നു, വസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അങ്ങനെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയാണ് നമ്മളുടെ. അപ്പൊ ഇതിനെതിരെ എല്ലാം തന്നെ ഗാന്ധിജി പ്രയത്നിച്ചു. ഗാന്ധിജി മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. Realizing that the main props of British rule were fear, prestige and cooperation of the people and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. നമ്മളുടെ ഇന്ത്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് മൾട്ടി ടാലന്റഡ്, മൾട്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് റൂള് നമ്മളുടെ ഇന്ത്യയിലുള്ള സമയത്ത് തന്നെ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി അധികം ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. കാരണം അത് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവരെ സേവ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് രൂപ കിട്ടുമോ, അല്ലെങ്കിൽ പദവി കിട്ടുമോ, പിന്നെ ജോലി കിട്ടുമോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരെല്ലാം തന്നെ അവരുടെ പാദസേവ ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് പക്ഷെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ തടയുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള പേടി. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വളരെയധികം മാരകമായ വെപ്പൺസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവര് ഒത്തിരി അധികം സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലായിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ എന്താണ്, സാധാരണ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം എളുപ്പമായിരുന്നു. Titles were to be given up, and though the title holders responded to this only in small measures, the popular respect for these British given titles disappeared. അപ്പോൾ എന്താണ്, ഒത്തിരി അധികം ടൈറ്റിൽ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ പദവികൾ കൊടുത്ത് ബ്രിട്ടീഷേഴ്സ് കുറേ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും തന്നെ ഇന്ത്യൻസിനെ സഹായിച്ചില്ല. അങ്ങനെ ആ ടൈറ്റിൽ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ടൈറ്റിൽസ് എല്ലാം തന്നെ വെച്ചിട്ട്
അവരൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് തന്നെ അതെല്ലാം ടൈറ്റിൽസ് എല്ലാം തന്നെ ഡിസപ്പിയർ ആയി. New standards and values were set up, and the pomp and splendor of the Versailles court and the princess suddenly appeared supremely ridiculous. Rich men were not so anxious to flaunt their riches outwardly. At least many of them adopted similar ways, and in their dress became almost indistinguishable and humbler folk. ഇതൊക്കെ വളരെയധികം ചേഞ്ചസ് വന്നു. വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ പോലും അവർ സാധാരണ വസ്ത്രം ധരിക്കുകയും സാധാരണ ജീവിത രീതിയിലേക്ക് മാറുകയും ചെയ്തു. He sent us to the villages and the countryside, armed with the activity of innumerable messengers of the new gospel of action. New gospel ഇവിടെ ഇവര് ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. The peasant was shaken up and he began to emerge from his shell. പെസൻസ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന്റെ എല്ലാം തന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. The effect on us was different but equally far-reaching. For we saw for the first time, as it were, the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. നമ്മുടെ വില്ലേജേഴ്സിൻ്റെ അവരുടെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും വിശപ്പും ദാഹവും എല്ലാം തന്നെ മാറ്റിവെച്ച് അവർ ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചു. ആർക്കാണ്? നെഹ്റുവിനെ പോലുള്ള മറ്റ് പൊളിറ്റീഷ്യൻസിനെല്ലാം തന്നെ. We learned our Indian economics more from these visits than from books and learned discourse. ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന വില്ലേജസിലേക്ക് എല്ലാം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ത്യ എന്താണെന്ന് പഠിച്ചു. ഇന്ത്യ എന്താണെന്ന് ബുക്കുകളിൽ കൂടിയല്ല, അല്ലെങ്കിൽ ഡിസ്കോഴ്സസിൽ കൂടിയല്ല, സ്പീച്ചുകളിൽ കൂടിയല്ല, പക്ഷേ നേരിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ പഠിച്ചു ഇന്ത്യ എന്താണെന്നുള്ളത്. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. നമ്മളുടെ ഇന്ത്യ എന്താണെന്നുള്ള മനസ്സിലായപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞങ്ങൾ പഴയ ജീവിത രീതിയിലേക്ക് മാറുകയില്ല. ഞങ്ങൾ ഇനിയും ഒരു ഇന്ത്യക്കാരനായിട്ട്, ഒരു ഇന്ത്യൻ പൗരനായിട്ട് മാത്രമേ ജീവിക്കൂ എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും, എല്ലാ പൊളിറ്റീഷ്യൻസും എടുത്ത തീരുമാനം. What was the idea of India which he was setting out to mold according to his own wishes and ideals? ഇനി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഐഡിയൽസ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയൽസ് എന്തൊക്കെയായിരുന്നു, വിഷസ് എന്തായിരുന്നു, ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. I shall work for an India in which the poorest shall feel that it is their country. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഏത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്? ഏറ്റവും പാവപ്പെട്ടവൻ പോലും ചിന്തിക്കണം ഇത് എൻ്റെ ഭാരതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. In whose making they have an effective voice. ആ ഇന്ത്യയുടെ മേക്കിങ്ങിൽ, ആ ഇന്ത്യ ഉണ്ടാക്കാനായിട്ട് എനിക്കും ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു പാവം ജനതയുടെ മണ്ണിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാവം ജനതയുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. An India in which there shall be no high class and low class of people. ഹൈ ക്ലാസ് എന്നും ലോ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ എല്ലാ ആൾക്കാരും ഒരു ജനതയ്ക്ക് വേണ്ടി, ഒരു ഭാരതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. An India in which all communities shall live in perfect harmony. കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആൾക്കാരും, അത് ജാതി വിവേചനമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഹാർമണിയിൽ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. ഡ്രഗ്സും മദ്യവും മയക്കുമരുന്നും അൺടച്ചബിലിറ്റിയും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. Women will enjoy the same right as men. ആൺ പെൺ വിവേചനമില്ലാതെ പുരുഷന്മാർക്കുള്ള അതേ റൈറ്റ്സ് തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ത്രീജനമുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട്.
This is the India of my dream. ഇതാണ് എൻ്റെ ഡ്രീമിലുള്ള ഇന്ത്യ. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truth. അദ്ദേഹം ഒരു ഹിന്ദു എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം പ്രൗഡായിരുന്നു, അഭിമാനം കൊണ്ടിരുന്നു. പക്ഷേ ആ ഹിന്ദുത്വത്തിൽ അദ്ദേഹം ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ റിലീജിയനെയുമാണ് അദ്ദേഹം കണ്ടിരുന്നത്. കാരണം ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് സത്യമാണ്, സത്യത്തിലെ എല്ലാ മതങ്ങളും ഉൾപ്പെടുന്നതാണ്. He refused to narrow his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic nor any other holy. ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹിന്ദു കൾച്ചർ അല്ല, ഇസ്ലാമിക് കൾച്ചർ അല്ല, ക്രിസ്ത്യാനി കൾച്ചർ അല്ല, ഇതൊന്നുമല്ല, ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല, പക്ഷെ അത് സത്യത്തെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ, എല്ലാ മതങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്, അല്ലെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. Again he said, I want the culture of all lands to be blown about my house as freely as possible. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഇന്ത്യയിൽ ഈ ലോകത്തുള്ള എല്ലാ റിലീജിയനും എല്ലാ കസ്റ്റംസും എല്ലാ കൾച്ചറും ഫ്രീ ആയിട്ട് വരണം. ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ എല്ലാ കൾച്ചറും എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാരതത്തിലേക്ക് വന്നാൽ പോലും എന്നെ ഇവിടുന്ന് വലിച്ചെറിയുന്ന ഒരു കൾച്ചറും ഞാൻ അനുവദിക്കില്ല. ഐ റെഫ്യൂസ് ഫോർ ദാറ്റ്. I refuse to live in other people's houses as an interloper, a beggar or a slave. എനിക്ക് മറ്റൊരു വീട്ടിൽ മറ്റൊരു രാജ്യത്ത് പോയി അവരുടെ അടിമയായിട്ട് ജീവിക്കണ്ട. Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. അദ്ദേഹത്തിൻ്റെ റൂട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ഭാരതത്തിൽ ജീവിച്ച് അവിടെ തന്നെ മരിക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് സുഖിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യവും എനിക്ക് സുഖം തരുന്നില്ല. കാരണം മറ്റൊരു രാജ്യത്ത് എപ്പോഴും നമ്മൾ അവിടുത്തെ അടിമകളായിരിക്കും, അവിടുത്തെ വിദേശികളായിരിക്കും. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. It is not surprising that this astonishingly vital man, വളരെയധികം കഴിവുകളുള്ള അല്ലേ, full of self-confidence and an unusual kind of power, വളരെയധികം പവർഫുൾ ആയിട്ട് ഒരു unusual kind of power ആണ്, standing for equality and freedom for each individual, എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇക്വാലിറ്റിക്കും എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും സമത്വത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയും അവരുടെ സമത്വത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന, fascinated the masses of India and attracted them like a magnet. ഇന്ത്യൻ ജനതയെ ഒരു മാഗ്നറ്റ് എന്ന പോലെ ആ വ്യക്തിത്വത്തിൻ്റെ അടുത്തേട്ട് അട്രാക്റ്റഡ് ആയി. എല്ലാ ആൾക്കാരും തന്നെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആയി. He seemed to them to link up the past with the future. ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻസിന്റെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. And to make the dismal present appear just as a stepping stone to that future of life and hope. നമ്മൾക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലെ ആ കുതിപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിത്വം. Thus he effected a vast psychological revolution, not only among those who followed his lead, but also among his opponents and those many neutrals who could not make up their minds what to think and what to do. അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തത് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന ആൾക്കാരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പണൻസിനെ പോലും എതിരാളികളെ പോലും സൈക്കോളജിക്കലി അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. മാത്രമല്ല ന്യൂട്രലായിട്ട് എനിക്കൊന്നും അറിയില്ല, എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ പോലും ഗാന്ധിജിയുടെ പാഠങ്ങൾ, ഗാന്ധിജിയുടെ ടീച്ചിങ്സ് എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിവുണ്ടായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു, അത്രയ്ക്ക് കഴിവുള്ള വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെയും എല്ലാ ഇന്ത്യൻ ജനതയും മാത്രമല്ല ബ്രിട്ടീഷേഴ്സിനെ പോലും അതിശയിപ്പിക്കുന്ന കഴിവുള്ള ഒരു വ്യക്തിത്വമായി മാറാനായിട്ട് ഗാന്ധിജിക്ക് സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ജവഹർലാൽ നെഹ്റു നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു അഡാപ്റ്റഡ് വേർഷനാണ്.
ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന്, അതായത് ജവഹർലാൽ നെഹ്റു എഴുതിയ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അഡാപ്റ്റഡ് വേർഷൻ. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറച്ച് വാക്കുകളൊക്കെ വ്യത്യാസപ്പെടുത്തി, കുറച്ച് ഭാഗം മാത്രം നമ്മൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. കാരണം ഗാന്ധി എന്താണെന്ന് നമുക്കറിയാം. ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞ് എന്താണെന്ന് ഒരു ചെറിയ ഐഡിയ കിട്ടാനും നമ്മൾക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് വായിക്കാൻ ഒരു ആഗ്രഹം ജനിപ്പിക്കാനും കൂടിയാണ് ഇങ്ങനൊരു എക്സ്ട്രാക്ട് നമ്മൾക്ക് ഈ ബുക്കിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഡിസ്ലൈക്ക് അടിച്ചു വിട്ടേര്. നിങ്ങൾക്ക് സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക. മാത്രമല്ല ഫേസ്ബുക്കിൽ കൂടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യണം. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിന്റെ വീഡിയോ ഇന്ന് 4 മണിക്ക് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ബൈ.